നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകയിൽ പോയി ഹർജി കൊടുത്തത് വീണയ്ക്ക് കനത്ത തിരിച്ചടിയാകുന്നു. രജിസ്ട്രാർ ഓഫ് കമ്പനീസിനോ SFIOയ്ക്കോ ഒരു രേഖ പോലും സമർപ്പിക്കാൻ എക്സാലോജിക്കിന് കഴിഞ്ഞിട്ടില്ല. കരാർ വിവരങ്ങൾ പോലും ഹാജരാക്കാൻ കഴിയാത്തത് വീണ വിജയന് ഇനി ഊരാക്കുടുക്കാകും. അടിമുടി ദുരൂഹ ഇടപാടുകളാണ് നടന്നതെന്നാണ് ROC റിപ്പോർട്ടിലുള്ളത്. രേഖകൾ സമർപ്പിക്കണമെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എന്നാൽ സമർപ്പിക്കാൻ മാത്രം ഒരു രേഖയും എക്സാലോജിക്കിനില്ല. സോഫ്റ്റ്വെയർ സർവീസ് ആവശ്യപ്പെട്ട് CMRL പരസ്യം നൽകിയതിന്റെയോ ഇടപാടിനു മുൻപോ ശേഷമോ CMRLോ എക്സാലോജിക്കോ നടത്തിയ ആശയവിനിമയത്തിന് രേഖകൾ സമർപ്പിച്ചിട്ടില്ലെന്നാണ് ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കരാർ പോലും എക്സാലോജിക്കിനോ CMRLനോ ഹാജരാക്കാനായില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. കിട്ടിയ പണത്തിന് GST അടച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് ബംഗളൂരു ROCക്ക് നൽകിയ മറുപടിയിൽ എക്സാലോജിക്ക് ആകെ വിശദീകരിക്കുന്നത്. എന്തിന് പണം കിട്ടിയെന്നതിന് ഒരു തെളിവും എക്സാലോജിക്ക് ഹാജരാക്കിയിട്ടില്ല എന്നാണ് കണ്ടെത്തൽ. സർക്കാർ ഓഹരിയുള്ള കമ്പനിയാണ് CMRL. കമ്പനീസ് ആക്ട് പ്രകാരം റിലേറ്റഡ് പാർട്ടിയുമായി ഇടപാട് നടത്തുമ്പോൾ അത് ബോർഡിനെ അറിയിക്കണം. ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായുള്ള ഇടപാട് CMRL ബോർഡിനെ അറിയിച്ചിരുന്നില്ല. ഇത് സെക്ഷൻ 188ന്റെ ലംഘനമാണ്. നൽകാത്ത സേവനത്തിനാണ് എക്സാലോജിക്ക് പണം കൈപ്പറ്റിയതെന്ന ആദായ നികുതി ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിലെ കണ്ടെത്തലുകൾ തന്നെയാണ് ROC റിപ്പോർട്ടിലുമുള്ളത്. എക്സാലോജിക്കിന്റെ ഭാഗം കേൾക്കാതെയാണ് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിട്ടത് എന്നായിരുന്നു തുടക്കം മുതൽ മുഖ്യമന്ത്രിയുടെയും CPMന്റെയും പ്രധാന വാദം. എന്നാൽ ROC വിശദാംശങ്ങൾ തേടിയിട്ടും എക്സാലോജിക്കിന് ഒരു രേഖ പോലും ഹാജരാക്കാനായില്ല എന്നതാണ് ബംഗളൂരു ROCയുടെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. EDക്കും CBIക്കും അന്വേഷണം പോകാനുള്ള സാധ്യതയും ഉണ്ട്. കരാർ വിവരങ്ങൾ പോലും ഹാജരാക്കാൻ കഴിയാത്തത് വീണ വിജയന് വലിയ തിരിച്ചടിയാണ്. കൂടുതൽ അധികാരങ്ങളുള്ള സംവിധാനമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. അവർക്ക് കൃത്യമായ തെളിവുകൾ നൽകണം. ഇല്ലെങ്കിൽ അവർ റെയ്ഡ് നടത്തും. അറസ്റ്റിനും അധികാരമുണ്ട്. ഇതെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും വെല്ലുവിളിയാണ്. അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലുമാണ് ആരോപണത്തിൽ. എക്സാലോജിക് എന്ന കമ്പനി പ്രവർത്തനം നിർത്താൻ നൽകിയ അപേക്ഷയും നിയമവിരുദ്ധമാണെന്ന് ROC കണ്ടെത്തിയിട്ടുണ്ട്. ഇതും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനിൽ നിർണായകമാകും. ഒരു ബാധ്യതയുമില്ലെന്ന് പറഞ്ഞാണ് കമ്പനി മരവിപ്പിക്കാൻ വീണ വിജയൻ അപേക്ഷ നൽകിയത്. എന്നാൽ ആദായ നികുതി വകുപ്പിന്റെ രേഖകളിൽ തെളിഞ്ഞത് കുടിശ്ശികയുണ്ടെന്നായിരുന്നു. ഇതെല്ലാം തട്ടിപ്പിന് തെളിവാണെന്ന് ROC പറയുന്നു. ഓഡിറ്ററുടെ ഒപ്പും സീലുമില്ലാത്ത ഓഡിറ്റ് റിപ്പോർട്ട് നൽകി. ഇത് തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് ചർച്ചകളിലുള്ളത്. ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് നിർണായക കണ്ടെത്തലുകൾ നടത്തിയത്. ഇതിന് പിന്നാലെയാണ് SFIO അന്വേഷണം എത്തിയത്. 2017 എക്സാലോജിക്കും CMRLും മാർക്കറ്റിംഗ് കൺസൾട്ടൻസി സേവനങ്ങൾക്കായി കരാറിൽ ഒപ്പുവെച്ചത്. കരാർ പ്രകാരം വീണയ്ക്ക് എല്ലാ മാസവും 5 ലക്ഷം രൂപയും എക്സാലോജിക്കിന് 3 ലക്ഷം രൂപയും CMRL നൽകി വന്നിരുന്നത്. എന്നാൽ പണം നൽകിയ കാലയളവിൽ വീണയോ കമ്പനിയോ ഒരു തരത്തിലുമുള്ള സേവനവും CMRLന് നൽകിയിട്ടില്ല എന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. പിഴയും തടവ് ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഇതാണ് SFIO അന്വേഷിക്കുന്നത്.